വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമ്മറിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോക്ടെയിലാണ്, ഫ്രൂട്ട് പഞ്ച് മോക്ടെയിൽ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. മാംഗോ, പൈനാപ്പിൾ, പിന്നെ ഗ്രേപ്സ്, പിന്നെ ഒരു ചെറിയ ലെമണിൻ്റെ പീസ്, പിന്നെ മിൻറ്റ് ഒക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. പിന്നെ വാട്ടർ മെലൺ ഉണ്ടെങ്കിൽ അതെടുക്കാൻ നല്ലതായിരിക്കും. പിന്നെ നമുക്കൊരു ജ്യൂസ് ഗ്ലാസ് എടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കുറച്ചിട്ട് കൊടുക്കുക, കുറച്ച് വിധം. അതിനുശേഷം നാരങ്ങയും പിന്നെ മിൻറ്റ് ലീഫും കൂടി ഇട്ടിട്ട് നന്നായി അത് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലത് നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആകും. അപ്പോൾ ലെമണിൻ്റെ ചെറിയൊരു സോറും ഒക്കെ കൂടെ കൂട്ടി നന്നായിട്ട് വരും. അപ്പം നന്നായിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കുഞ്ഞാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അവനും കൂടെ എന്നെ സഹായിക്കണം. അപ്പോൾ അതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് സ്പ്രൈറ്റ് ഒഴിക്കാം. ചെറിയ ഒരു റെസിപ്പിയാണ്, പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നിട്ട് അവനും കൂടെ ഫ്രൂട്ടൊക്കെ അതിനകത്തിട്ട് എടുത്തിടുക. ഇതാണ് എൻ്റെ ഡ്രിങ്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ജ്യൂസാണിത്. അപ്പോൾ ഞാൻ ഇത്രയും ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ മെലൺ ചേർക്കാം. വാട്ടർ മെലണും കൂടെ ഇട്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.